ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ PSC പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പിഴവ് സംഭവിച്ചതായി കണ്ടെത്തൽ. പിഴവോട് പിഴവാണ് കേട്ടോ. ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ ഫലം പ്രഖ്യാപിച്ചതിൽ ഗുരുതര ക്രമക്കേടാണ്. മറ്റന്നാൾ ചേരുന്ന PSC യോഗം വിഷയം ചർച്ച ചെയ്യും. സുനിഷ ഏലൂരുണ്ട്. സുനിഷ, നമ്മളടക്കം ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആഴം അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് ഓരോ ദിവസവും പുതുതായിട്ട് ഈ വാർത്ത വീഴ്ചയുടെ ആഴം കൂടി വന്നതും. ഇപ്പോൾ ആഭ്യന്തര അന്വേഷണത്തിലും അത് തന്നെയാണോ ബോധ്യപ്പെട്ടിരിക്കുന്നത്? 10ഓളം ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. വലിയ പിഴവാണ്. അത് അതേപടി ശരിവച്ചിരിക്കുകയാണോ റിപ്പോർട്ട്? അതെ അരുൺ, അതേപടി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഗുരുതര വീഴ്ച അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും 10 ചോദ്യങ്ങൾ അത് മൂല്യനിർണ്ണയം പോലും നടത്താതെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വിജിലൻസ് അത് കണ്ടെത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാൾ ചേരുന്ന PSCയുടെ യോഗത്തിൽ ഇത് ചർച്ചയാകുമെന്നുള്ളതാണ്. വിശദമായി തന്നെ ചർച്ചയ്ക്കെടുക്കാനാണ് നിലവിലെ തീരുമാനം. ഒപ്പം തന്നെ തുടരന്വേഷണം അടക്കം നേരത്തെ വിരമിച്ചവരടക്കം ഉൾപ്പെടുന്ന മൂല്യനിർണ്ണയ സംഘത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അരുൺ, പ്രധാനമായും 100 മാർക്കിന്റെ പൊതുപരീക്ഷ, അതിൽ 58 മാർക്കിന്റെ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതും ഈ നിയമനം നൽകിയതും എന്നുള്ളതാണ് വിജിലൻസിന്റെ ഈ പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. 9 മുതൽ 18 വരെയുള്ള ഈ ചോദ്യപേപ്പറുകളിൽ സ്കാൻ ചെയ്ത് ഈ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് നൽകുന്നതിൽ പരീക്ഷാ വിഭാഗത്തിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായ പിഴവുകൾ ഈ പരീക്ഷാ ക്രമക്കേടിൽ നടന്നിട്ടുണ്ട്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ ഒരു പരിശോധന അത് PSC നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് സമാന്തരമായി തന്നെ തുടരുന്നുണ്ട്. അത് എല്ലാ ക്രമക്കേടുകളും ഇതിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി മൂല്യനിർണ്ണയം നടത്തിയതിൽ എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയ 3 ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് SIT കടന്നിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ 10 മാർക്കിന്റെ ഈ മൂല്യനിർണ്ണയം, അത് ഈ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, വിവരണാത്മകമായ ഉത്തരത്തിന് ഏത് രീതിയിലാണ് ഈ മൂല്യനിർണ്ണയം നടത്തിയിരിക്കുന്നത്, അതിനെങ്ങനെയാണ് മാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് SIT എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും വിവരണാത്മകമായി എഴുതുന്നെടുത്ത വിവേചനാധികാരം അത് അതത് മൂല്യനിർണ്ണയം നടത്തുന്ന ഉദ്യോഗസ്ഥർ നടത്താറുണ്ട്. പക്ഷേ അങ്ങനെ വിവേചനാധികാരം ഉപയോഗിക്കുമ്പോൾ പോലും അവിടെ സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വിജിലൻസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വിശദമായ ഒരു അന്വേഷണം മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ വീഴ്ച പ്രഥമ ദൃഷ്ട്യാ തന്നെ വിജിലൻസ് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ SITയുടെ റിപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ഇതിന്റെ ക്രമക്കേടുകൾ മനസ്സിലാക്കുമെന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്താ പറയുക, ഈ വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ചോദ്യപേപ്പർ കിട്ടി, ഉത്തരക്കടലാസിൽ ഉത്തരവ് എഴുതി, പക്ഷെ ഉത്തരക്കടലാസിൽ എഴുതിയ ഉത്തരത്തിൽ 10 എണ്ണം നോക്കാതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അപ്പോയിന്റ്മെന്റും കൊടുക്കുക. എന്നിട്ട് ആ ഉത്തരക്കടലാസ് ആവശ്യപ്പെടുമ്പം അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുക. വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുമ്പോൾ പോലും അതിന് മടി കാണിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ PSCക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച. PSC പോലെയൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ലല്ലോ, അല്ലേ?